ഇനി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? കാണാൻ വരുന്ന പ്രേക്ഷകരോട് നന്ദി മാത്രമേ പറയാനുള്ളൂ. എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഇല്ല ആൾക്കാർ സിനിമ കാണാൻ വരില്ലല്ലോ. വരുന്നവരോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ സീസൺ നമുക്ക് തീരെ അനുകൂലമല്ലെങ്കിലും ഇതുപോലത്തെ സിനിമ സെക്കൻഡ് വീക്കിൽ കയറുക എന്ന് പറയുന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. എനിവേ, പിന്നെ നമ്മുടെ ഫ്രാഗ്രന്റ് നേച്ചർ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസിനെ പറ്റി ചിലപ്പോൾ ആൾക്കാർക്കൊരു പ്രതീക്ഷ കാണും. കാരണം പ്രണയം പോലത്തെ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള, ഗോളം പോലത്തെ നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള, ഹൽബു പോലത്തെ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവർ ഇതുപോലെയൊരു സിനിമ ചെയ്യുന്നതും ഒരു പ്രതീക്ഷയ്ക്ക് കാരണമായിരിക്കാം. പിന്നെ ജഗദീഷ് ചേട്ടനെയും ഇന്ദ്രൻ ചേട്ടനെയും ഒക്കെ സീരിയസ് അല്ലാത്തൊരു റോളിൽ കാണുക എന്ന് കിട്ടുന്നതും ഒരു രസമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതെല്ലാം എല്ലാം കൂടെ എല്ലാ ഘടകങ്ങളും വന്നിട്ടുണ്ടാവും. ചേട്ടൻ്റെ അപ്കമിങ് മൂവീസ് ഏതൊക്കെ വരുന്നത്? ഞാൻ മരണമാസത്തിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ അജിത് വിനായക പ്രൊഡക്ഷൻസിൻ്റെ ആസിഫ് അലി പടം സർക്കിട്ട് തമർ എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ പടത്തിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇനിയും റീസെൻ്റ്ലി റിലീസാവാൻ പോകുന്ന സിനിമ. മരണമാസം എന്താ ഒരു ഡെഡ് ബോഡിയൊക്കെ ഉണ്ടല്ലോ അടിയിൽ, എന്തായാലും മരണമാസ് എന്ന് പറയുന്ന വാക്കിൽ ആ സിനിമയുണ്ട്. നമ്മൾ പറയുന്ന മരണമാസിൻ്റെ അർത്ഥമായിരിക്കില്ല മരണമാസിന്. ഇപ്പം ടീച്ചർ കണ്ടല്ലോ, സീരിയൽ കില്ലിങ് ഇങ്ങനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടീച്ചർ ഇപ്പം ഒരു എന്താണ് സിവിക് സീൻ കണ്ടല്ലോ. അപ്പോൾ അത് കറക്റ്റ് മൂഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് സിനിമയുടെ മൂഡ്. ശരി കേട്ടോ, താങ്ക് യു.